നേതൃത്വം നൽകുന്ന കർത്താവിൽ പ്രസിദ്ധനായ ഞാനേറെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ദൈവദാസൻ പാസ്റ്റർ ശോഭനദാസ് അവറുകൾ, അതുപോലെ ഈ സെൻറ്ററിൽ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ഇവിടെയുള്ള സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി നിന്നുകൊണ്ട് കർത്തൃവേല ചെയ്യുന്ന ബഹുമാന്യരും എൻ്റെ സഹപ്രവർത്തകരുമായ കർത്തൃദാസന്മാർ, അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ച കൊയർ, അതുപോലെ ഇവിടെ ഈ യോഗത്തിൽ പ്രഥമരാത്രിയിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാർ, ഞാനേറെ സ്നേഹിക്കുന്ന എൻ്റെ ഏറ്റവും ബഹുമാന്യനായി ഞാൻ എൻ്റെ ജ്യേഷ്ഠതുല്യം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ LK റോയ് സാറ്, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഹൃദയം നിറഞ്ഞ വന്ദനം പറയുന്നു. സന്തോഷമാണോ നിങ്ങൾക്ക്? ഈ വർഷത്തിൻ്റെ ആരംഭ ദിനം തന്നെ, പ്രഥമ ദിനങ്ങളിൽ ഇങ്ങനെ ദൈവസഭ സെൻറ്റർ ഒരുമിച്ച് കൂടി വന്ന് കർത്തൃസന്നിധിയിൽ സന്തോഷിക്കാൻ ലഭിക്കുന്ന ഈ സമയം ഏറ്റവും അനുഗ്രഹമാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, വേല തികച്ചവരും കർത്താവിൻ്റെ സന്നിധിയിൽ ആയുസ് പൂർത്തീകരിച്ചവരുമൊക്കെ അക്കരെ നാട്ടിലേക്ക് പോയി. എന്നാൽ നമുക്ക് പറയാൻ കഴിയും, ഇന്ന് ദൈവത്തിനെന്തോ പദ്ധതി ഉള്ളതുകൊണ്ടാണ് എന്നെയും നിങ്ങളെയും ദൈവം ഈ പുതുവർഷം കാണിച്ചത്. ദൈവമക്കളെ, സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? പോയവരെല്ലാം മോശക്കാരായിരുന്നു, നമ്മൾ മിടുക്കന്മാരാണെന്ന് ചിന്തിക്കരുത്. പോയവരെല്ലാം മിടുക്കന്മാരും, എനിക്ക് തോന്നുന്നത് നമ്മളെ കുറച്ചുകൂടെ നന്നാക്കാൻ വേണ്ടി ദൈവം ഒരു വർഷം കൂടെ ഓക്കെ അങ്ങനെ തന്നെ ആയിരിക്കുന്നുവെന്ന് ഞാൻ കരുതട്ടെ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇവിടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. LK റോയ് സാറ്, അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട പ്രസംഗകരാണ് ഇരിക്കുന്ന ബഹുമാന്യ ദൈവദാസന്മാരെല്ലാം. ഞാനിതിനു മുമ്പും ഇവിടെ സഭയിൽ വന്ന് പല പ്രാവശ്യം ദൈവവചനം ശുശ്രൂഷിച്ചിട്ടുണ്ട്. കൂടാതെ ഞങ്ങളുടെ സെൻറ്ററിൽ, വൈക്കം സെൻറ്ററിൽ, ഞാൻ ഇന്നും ഓർക്കുന്നു, ചില വർഷങ്ങൾക്കപ്പുറം ബഹുമാന്യ ദൈവദാസൻ LK റോയ് സാറൊക്കെ വന്ന് നടത്തിയ പ്രസംഗമൊക്കെ ഇന്നും ഒരാവേശമായി തന്നെ ചിന്തിക്കുകയാണ്. അനുഗ്രഹീതരായ ദൈവദാസന്മാരുള്ള ഈ ദേശത്ത് ഒരിക്കൽ കൂടെ നിൽക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. മുഖവരയോട് നമുക്ക് വിട പറയാം. ദൈവവചനത്തിൻ്റെ ശ്രദ്ധയ്ക്ക് വേണ്ടി സമയത്തെ വേർതിരിക്കാം. എല്ലാവരും കർത്തൃകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കുക. യോസേഫ് ഒരു സ്വപ്നം കണ്ടു. ആരാ? യോസേഫാണ് സ്വപ്നം കണ്ടത്. ഞാനിങ്ങനെ ചിന്തിച്ചു, പൊട്ടക്കിണറ്റിൽ വീണപ്പോൾ തന്നെ കൂടുതൽ അസ്വസ്ഥതപ്പെടുത്തിയില്ല. അതിന് കാരണം താനാ കണ്ടത്. യോസേഫിൻ്റെ അമ്മ കണ്ടേച്ച്, മോനെ എടാ നിന്നെപ്പറ്റി ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് അവൻ എന്നെ അവിടെ കിടന്ന് എന്ത് ചെയ്തതിനെ പ്രശ്നം ഉണ്ടാക്കി. പാസ്റ്റർമാർ കണ്ടിട്ടില്ല, കൂട്ടുവിശ്വാസിയല്ല കണ്ടത്, യോസേഫ് ഒരു സ്വപ്നം കണ്ടു. അടിച്ചുകൂട്ടി വെള്ളമില്ലാത്ത ആ പൊട്ടക്കിണറ്റിലേക്ക് തള്ളി നടുവും ശരീരമൊക്കെ ഇടിച്ച് വീണ് പൂഴിമണ്ണെല്ലാം കൂടെ തലയിലോട്ട് വന്ന് വീണ് അവിടെ കിടന്നിങ്ങനെ അസ്വസ്ഥപ്പെട്ട് ഈ നനവുള്ള ആ ചെറിയ ഇടുങ്ങിയ പൊട്ടക്കിണറ്റിനകത്ത് ഈ ഇഴജന്തുക്കളും മറ്റിതര ജീവജാലങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരു നിമിഷം ഒന്ന് കണ്ടേച്ച് പുള്ളി ഓർത്ത് കാണും, ദൈവമേ ഇവിടം കൊണ്ട് വല്ലതും തീരാൻ പോവുകയാണോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ പുതുവർഷത്തിൽ ദൈവമക്കളോട് ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, ദൈവം നൽകിയ സ്വപ്നത്തെ മണ്ണിട്ട് മൂടാൻ കഴിയില്ല. ദൈവം നൽകിയ സ്വപ്നത്തെ മണ്ണിട്ട് മറയ്ക്കാൻ കഴിയില്ല. ഒരു പടിയും കൂടെ കയറി പറയുന്നു, പൊത്തിഫേറിന്റെ ഭവനത്തിന് മൂടാൻ കഴിയില്ല. മിസ്രൈമിന്റെ കാരാഗ്രഹത്തിന്റെ കൽത്തുറുങ്ങുകൾ കൊതുക്കാൻ കഴിയില്ല. സ്വപ്നം തന്നത് ദൈവമാണെങ്കിൽ അതിനപ്പുറത്തേക്ക്
ദൈവം നടത്തും. 2025 അനുവദിച്ചത് ചില ദൈവപ്രവൃത്തി കൂടെ കാണാനാണെന്ന് വിശ്വസിക്കാമോ? ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യാനും ദൈവത്തിൻ്റെ ചില പ്രവൃത്തി കാണാനും കൂടിയാണ് എന്നെ ജീവനോടെ ഇവിടെ നിർത്തിയിരിക്കുന്നെന്ന് ഓർക്കുമ്പോൾ ആ കരം തട്ടി അധരം തുറന്ന് അല്പസമയം സ്വോത്രം പറ. എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ ജീവിത പടകിൽ ആഞ്ഞടിച്ചു. ചവിട്ടി മെതിക്കുന്ന ശത്രുക്കൾ തലയ്ക്ക് മീതെ കയറി ഇറങ്ങിയില്ലേ? ചില റിപ്പോർട്ടുകൾ നമ്മളെ തളർത്തിക്കളയാൻ തുടങ്ങിയില്ലേ? എന്തെല്ലാം വൈതരണികൾ വന്നു. വീണു പോകുമെന്ന് തോന്നിയില്ലേ? നിരമ്പരിചാകുമെന്ന് ചിന്തിച്ചില്ലേ? ഇല്ല, നിർത്തിയത് ദൈവകൃപയാണെങ്കിൽ അതിനപ്പുറത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്ന് ഈ പ്രഥമ രാത്രിയിൽ ദൈവമക്കളോടൊരു ദൂത് പങ്കിട്ടുകൊണ്ട് ഞാൻ ദൈവം നൽകിയ തിരുവെഴുത്തിലേക്ക് തിരിയുകയാണ്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. മതി, എല്ലാവരും ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ആ മുറിവേറ്റ കരങ്ങളിൽ ഈ പ്രഥമ രാത്രിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവവചനം അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഉരുവിട്ടിരിക്കുന്നു. കൃപ പകരണം, നന്മ നൽകണമേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. 4 സുവിശേഷങ്ങൾ: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. 4 സുവിശേഷം എന്ന് പറയുമ്പോൾ സുവിശേഷം 4 ഇല്ല, സുവിശേഷം 1 ഉള്ളൂ. 4 എഴുത്തുകാർ ആരൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ 4 പേരുടെ എഴുത്ത് 3.5 കൊല്ലം കർത്താവിൻ്റെ ശുശ്രൂഷകളെ വ്യത്യസ്തമായ കോണിൽ നിന്ന് നോക്കിപ്പാർത്ത 4 പേര്. അവർ കണ്ടെത്തിയത്, അവരുടെ വീക്ഷണം, അവര് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനിമൃതികൾ, ജനനം, ജീവിതം, മരണം, ഇതൊക്കെ രേഖപ്പെടുത്തിയ 4 സുവിശേഷം. അതിൽ ഏറ്റവും വ്യതിരിക്തമായി നിൽക്കുന്ന, ഒരുപടി ഉയർന്നു നിൽക്കുന്ന ഒരു എഴുത്താണ് ലൂക്കോസിൻ്റെ രചന. ലൂക്കോസിൻ്റെ പ്രത്യേകത യേശുവിൻ്റെ ശിഷ്യനല്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന്, തൂലികയിൽ നിന്ന് ക്രൈസ്തവ സഭയ്ക്ക് 2 പുസ്തകങ്ങളാണ്. ഒന്ന് അപ്പോസ്തല പ്രവൃത്തിയും ഒന്ന് ലൂക്കോസിൻ്റെ ഈ സുവിശേഷവുമാണ് ലഭിച്ചത്. താനൊരു വൈദ്യനാണ്, താനൊരു ചരിത്രകാരനാണ് എന്ന് നമുക്കറിയാം. മറ്റിതര പുസ്തകങ്ങളെ അപേക്ഷിച്ച് തൻ്റെ എഴുത്തിൻ്റെ ശൈലികൾക്കൊക്കെ ഇത്ര ക്ലാരിറ്റി എന്താ എന്ന് വേണേൽ നിങ്ങൾക്ക് തോന്നിയേക്കാം. അതിനൊറ്റ കാരണമേ ഉള്ളൂ, താൻ എഴുതിയ രീതി എന്ന് പറയുന്നത്. ഒന്ന്, ഒരു ചരിത്രകാരനാകൊണ്ട് താൻ ഒരു ചരിത്രം ചമയ്ക്കുന്ന ഒരാൾ ഒരിക്കലും ഊഹാപോഹങ്ങൾ വെച്ച് എഴുതാറില്ല. അദ്ദേഹത്തിന് നല്ല ശ്രദ്ധയുണ്ടായിരിക്കും. മാത്രമല്ല, ഒരു പഠനവും നിരീക്ഷണവും, അല്ലെ? ഒരു ചരിത്രകാരനെ സംബന്ധിച്ചിടത്തോളം വായനയുണ്ടാകും, പഠനമുണ്ടാകും, നിരീക്ഷണമുണ്ടാകും, യാത്രകളുണ്ടാകും. അങ്ങനെ സൂക്ഷ്മ നിരീക്ഷണത്തോടുകൂടെ അവതരിപ്പിക്കപ്പെട്ടതാണ് ഈ സുവിശേഷം. വൈദ്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, യഥാർത്ഥ വൈദ്യൻ വന്നിരിക്കുമ്പോഴേ മരുന്ന് കുറിക്കില്ല, മറിച്ചൊരു പരിശോധനയൊക്കെ ഉണ്ടാകും. അങ്ങനെ നല്ല വിഷയാവതരണമാണ് ലൂക്കോസിൻ്റെതെന്ന് പറഞ്ഞ് ഞാൻ അവിടെ വിടാം. അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് പിറന്നതാണ് ക്രൈസ്തവ സഭയുടെ ചരിത്രം. അപ്പോസ്തല പ്രവൃത്തി, 21 ഈടുറ്റ ലേഖനങ്ങൾ, ദൈവസഭ അനുസരിക്കേണ്ട, അനുവർത്തിക്കേണ്ട, ജീവിതത്തിൻ്റെ ഭാഗമായി മാർവോടണയ്ക്കേണ്ട 21 ഈടുറ്റ ലേഖനങ്ങൾ. തീരുന്നില്ല. ഒടുവിൽ ദൈവസഭയുടെ ഭാവി പ്രത്യാശയെ വിളംബരം ചെയ്യുന്ന വെളിപ്പാട് ഗ്രന്ഥം. ഇതാണ് പുതുനിയമ പുസ്തകങ്ങളുടെ ഒരു സംക്ഷിപ്തമെന്ന് പറഞ്ഞവിടെ വിടട്ടെ. വായിച്ച വാക്യം നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിക്കുക, ശ്രദ്ധിക്കാം. നമുക്ക് ഇവിടെ പത്രോസിന്റെ മാനസാന്തര സംബന്ധിയായ ഒരു വിഷയമാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ വാക്യം ഒന്ന് വായിച്ചേര്. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞാൻ പാപിയായ മനുഷ്യൻ ആകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. ഞാൻ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പത്രോസിന്റെ മാനസാന്തര വിഷയം നമുക്കറിയാം. ഗന്നസരത്ത് തടാകത്തിന്റെ തീരത്ത് വെച്ചാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീൻ പോലും കിട്ടിയില്ല. അങ്ങനെ പ്രഭാതയാമത്തിൽ വലയും പടകുമൊക്കെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സുവിശേഷ പ്രചരണത്തിന് വേണ്ടി
കാൽനടയായി കർത്താവ് ഗന്നസരത്ത് തടാകക്കരയിലെത്തുന്നത്. അവിടെ വെച്ച് ആളുകൾ ഇങ്ങനെ ഓടിക്കൂടി തൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എല്ലാവരുടെയും മുഖം കണ്ട് പ്രസംഗിക്കേണ്ടതിന് വേണ്ടി ഒരു പുൾപ്പിറ്റ്, ഒരു ഉയർന്ന സ്ഥലം താൻ അന്വേഷിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ പടകുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. കർത്താവ് ചെന്ന പത്രോസിന്റെ പടക് ചോദിച്ചു, അതിൽ കയറി. കൃപയാൽ പത്രോസിന്റെ പടകിൽ കയറി. നിങ്ങൾ നോക്കണം, സമീപത്ത് നിരവധി പടകുകൾ ഉണ്ടായിരുന്നു. വ്യത്യസ്തമായ പെയിന്റ് ചെയ്തത്, നിറച്ചാർത്തുകളുള്ളത്, രൂപഭംഗിയുള്ളത്, വലിപ്പം കൂടിയത്, വലിപ്പം കുറഞ്ഞത്, പുത്തൻ, പഴയത്, എത്ര എണ്ണം കിടപ്പുണ്ട്. എന്നാൽ നമുക്കിങ്ങനെ പറയാം, കൃപയാൽ വലിയ വീട് നോക്കാതെ, വലിയ ഗേറ്റുള്ള വീട് നോക്കാതെ, കാലങ്ങൾക്കപ്പുറം ഈ സുവിശേഷം ഏതോ ഉപദേശിയുടെ കയ്യിൽ കൊടുത്തിട്ട് പാവപ്പെട്ട നമ്മുടെ ആ ഗ്രാമത്തിൽ നമ്മുടെ കൊച്ചുകൂര തേടി, എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാത്രി, നമ്മുടെ കൊച്ചുകൂര തേടി അപ്പുറത്തും ഇപ്പുറത്തും മറികടന്ന് അവരെയൊക്കെ മറന്ന് സാധുക്കളായ നമ്മുടെ കൂരയെ ലക്ഷ്യം വെച്ച് ഈ ദൈവത്തിന്റെ വചനം അടുത്തു വന്നതിന്റെ ഒറ്റ ഗുണമേ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രം പറയുന്ന എനിക്കും നിങ്ങൾക്കുമുള്ള കഴിവ് ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ എന്നല്ല, കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ. ധന്യനായ പൗലോസ്ലീഹ ശുശ്രൂഷയെ പറ്റി പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: കഴിവ് ലഭിച്ചത് കൊണ്ട് ഈ ശുശ്രൂഷ കിട്ടിയെന്നല്ല, പിന്നെ കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ലഭിച്ചെന്ന. അങ്ങനെ യേശു പടകിൽ കയറിയിരുന്നു, പ്രസംഗം ആരംഭിച്ചു. പ്രസംഗത്തിന്റെ പ്രമേയം ഒന്ന്, നിങ്ങൾ ആ ഒന്നാം ഭാഗം തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം. അവിടെ ഗന്നസരത്ത് തടാകത്തിന്റെ കരയ്ക്കൽ യേശു വന്നു നിൽക്കുമ്പോൾ ആ പടകിലിരുന്നു കൊണ്ട് യേശു വചനം പറയാൻ തുടങ്ങുമ്പോൾ പുരുഷാരം ദൈവ വചനം കേൾക്കേണ്ടതിന് എന്ത് ചെയ്യുക? തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. രാത്രി ഞാൻ ദൈവമക്കളോട് പറയാം, പ്രസംഗിക്കാൻ പാസ്റ്റർ വന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല. നമ്മുടെ പാട്ടും മേളവും നമ്മുടെ ആരുടെയും സാന്നിധ്യവുമല്ല ഇവിടെ പ്രശ്നം. ഇന്ന് രാത്രി എന്തെങ്കിലും ഒരു നിറവ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, ആകാശവും ഭൂമിയും മാറിയാലും മാറ്റം വരാത്ത ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി ഇന്ന് രാത്രി ഇതിനകത്ത് ആരെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അവസാന നിമിഷം ഇങ്ങനെ പറയാം: പടക് ശൂന്യമാക്കി വിടില്ലവൻ, അതിനെ നിറയ്ക്കും. അപ്പുറത്തെ പടക് നിറയ്ക്കും. ആ സമൃദ്ധി തരും, യോഗങ്ങൾ തരും. ദൈവവചനത്തിനു മാത്രമേ നിലനിൽക്കുന്ന അനുഗ്രഹം തരാൻ പറ്റൂ. അതുകൊണ്ട് പത്രോസിന്റെ പടകിൽ നിന്നുകൊണ്ട് യേശു വചനം പറയുമ്പോൾ ജനം വചനം കേൾക്കാൻ തിക്കലുണ്ടാക്കി. രോഗസൗഖ്യം കിട്ടാൻ തിക്കിന്നല്ല, പിന്നെ കടഭാരം മാറാൻ തിക്കലുണ്ടാക്കി എന്നല്ല, വീട് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും മാർഗമുണ്ടോന്നറിയാൻ ഇടിച്ചു കയറി നിന്നതല്ല, മക്കളുടെ വിസയോ വിദ്യാഭ്യാസമോ ഭാവിയുമല്ല. ഇന്ന് രാത്രി അടിവരയിട്ടു, വചനം കേൾക്കാൻ തിക്കലുണ്ടാക്കി എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ പത്രോസെ വെറുതെ അല്ല നിന്റെ പടക് നിറഞ്ഞത്. തിരുവെഴുത്തിന് വില കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ ശൂന്യതകളെ മാറ്റാൻ ഇന്ന് രാത്രി ദൈവത്തിന് പദ്ധതിയുണ്ട്. വചനം കേൾക്കാൻ ഒരു തിക്കൽ. രണ്ട്, താഴോട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: അവൻ ഉപദേശിച്ച് തീർന്ന ശേഷം. എങ്ങനെയാ? ഉപദേശിച്ച് തീർന്ന ശേഷം. അപ്പോൾ യേശു കർത്താവിന്റെ പരസ്യ പ്രചരണ ശുശ്രൂഷയിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ സുവിശേഷ പ്രഭാഷണത്തിൽ, കർത്താവിന്റെ ശുശ്രൂഷയുടെ കാഴ്ചപ്പാട് നിങ്ങൾ നോക്ക്. ഒന്ന്, വചനത്തിന് സ്ഥാനം. രണ്ട്, ഉപദേശം. പറഞ്ഞു തീർന്നെന്ന് അവിടെ എഴുതിയേക്കുന്നു. ഉപദേശം പറഞ്ഞു തീർന്നു, അല്ല അത് ഉപദേശം മിണ്ടാതെ പോയെന്നല്ല. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ വർത്തമാനകാല പെന്തക്കോസിന്റെ അപജയത്തിന് കാരണം പറയാം. നമുക്കറിയാം, വചനത്തിന് സ്ഥാനമില്ല, ഉപദേശങ്ങൾക്ക് സ്ഥാനമില്ല. കേവലം അത്ഭുതം മാത്രം കാണാൻ കൊതിച്ചു തുള്ളുന്ന ഒരു സമൂഹമായി പലപ്പോഴും നമ്മൾ അധപ്പതിക്കുന്നത് കൊണ്ട് അകത്തും നിറവില്ല, പുറത്തും നിറവില്ല, നിലനിൽക്കുന്ന അനുഗ്രഹമില്ല, ഒടുവിൽ സമാധാനമില്ലാതെ നട്ടം തിരിയുന്ന ഒരു സമൂഹമായി പെന്തക്കോസ് ഈ കാലഘട്ടത്തിൽ എവിടെയൊക്കെയോ അധപ്പതിക്കുന്നു. തിരികെ വരണം.
അതുകൊണ്ട് വചനം കേൾക്കാനുള്ളൊരു ആവേശം. സാന്ദർഭികമായ ഒരു വാക്ക് ഞാൻ പറയാം. പുതുവർഷം ആരംഭിച്ചതല്ലേ ഉള്ളൂ. ദൈവമക്കളെ, ഉപരിതലത്തിലെ ആത്മീയതയുണ്ട്, ആഴത്തിലെ ആത്മീയതയുണ്ട്. ഉപരിതലത്തിലെ ആത്മീയത രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഉള്ള വലയുടെ നീളവും ആഴവും ഒക്കെ നീക്കി പിടിച്ചു. മുക്കുവനാണോ മീൻപിടുത്തം വശമില്ലാത്തത്? എല്ലാം നോക്കി, പരിസരമെല്ലാം വീക്ഷിച്ചു, പരമാവധി നോക്കി, പക്ഷേ ഒന്നും കിട്ടിയില്ല. അതിൻ്റെ പേരാ ഉപരിതലത്തിലെ ആത്മീയത. നമ്മുടെ ഇടയിലും ചിലരുണ്ട്, യോഗത്തിന് വരും, കൈയടിക്കും, കാര്യാദികളൊക്കെ ചെയ്യും, പക്ഷെ കാതലായൊരു വിശ്വാസമില്ല. യോഗത്തിന് വരും, ഉന്തിയും തള്ളിയൊക്കെ വിളിച്ചുകൊണ്ട് വന്നാൽ ചിലപ്പം വരും. കൂട്ടായ്മകളുണ്ട്, പേരുണ്ട്, മക്കളുടെ കാര്യം നടക്കണം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഏതായാലും ഇവിടെ മരിച്ചാൽ കുഴിച്ചിടണമല്ലോ, വിവാഹം വന്നാൽ നടത്തണമല്ലോ, ഒരു സംവിധാനം വേണമല്ലോ, ഞാൻ ഉഴപ്പിയാൽ അത് നടക്കാതെ വരും, അതുകൊണ്ട് കൂടെ പോയേക്കാമെന്ന് പറയുന്നവരുമുണ്ട്. പക്ഷെ ഞാൻ പറയാം, എക്കാലത്തും അങ്ങനെയുള്ളവരുടെ സ്ഥിതി ശൂന്യത മാത്രമേ കാണൂ. പക്ഷെ ഇന്ന് രാത്രി ദൈവം തമ്പുരാൻ ഒരു വാക്കു പറയുന്നു. നീ എവിടെ പരാജയപ്പെട്ടോ, നീ എവിടെ കണ്ണുനീര് ഒഴുക്കിയോ, എവിടെ നിന്റെ ഹൃദയം നിരാശ കൊണ്ട് വെന്തു നീറിയോ, ആ പടകും ആ വലയും ആ കടലും നിനക്ക് വേണ്ടി ഞാൻ തിരിക്കും. ഓ, എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? നീ എവിടെ പരാജയപ്പെട്ടോ, നീ എവിടെ കണ്ണുനീരൊഴുക്കിയോ, നീ എവിടെ തളർന്നു, ആ വല കൊണ്ട്, ആ പടക് കൊണ്ട് നിനക്ക് വേണ്ടി ചിലത് ഞാൻ ചെയ്യാം. നീ വചനത്തെ ശ്രദ്ധിക്കാൻ തയ്യാറാണെങ്കിൽ, തിരുവെഴുത്തിന് വേണ്ടി ഏൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് രാത്രി ദൈവസഭയെ, ദൈവജനമേ, ദൈവം ഒരു നിറവ് അരുവിക്കര ഏരിയയെ കുറിച്ച് ഒരു പ്രവചനം കുറിച്ചു വെച്ചോ. 2025 ശൂന്യതകളെ മാറ്റി ഇതിനെ സമൃദ്ധമായ മീനുകൊണ്ട് നിറയ്ക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സഭകളും കൂട്ടായ്മകളും സജീവമാകും. ത്തിന് പ്രാധാന്യം കൊടുത്തു, ഉപദേശത്തിന് പ്രാധാന്യം കൊടുത്തു, കർത്താവിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി നിന്ന് ഒരു നിറവ് തരാൻ പോവുക. കണ്ടോ, ഉപരിതല ആത്മീയതയിൽ ഒന്നും കിട്ടിയില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, ആഴത്തിലേക്കൊന്ന് നീക്കണം. എന്താ കാര്യം? ഉപരിതലത്തിൽ അങ്ങേയറ്റം പോയാൽ വല്ല കൊച്ചുതൊക്കെ ഉള്ള ദൈവമക്കളെ, പാട്ടൊക്കെ നിറയും, വല വലിച്ചാലും വരാത്ത നിലയിൽ, അയൽക്കാരന്റെ പട കൂടെ നിറയത്തക്ക നിലയിൽ ഒരു സമൃദ്ധി ആഴത്തിലുണ്ട്. നിന്റെ വലയുടെ നീളം വിഷയമല്ല, അതിനെ പൊക്കിക്കൊണ്ട് തരാം. നിനക്ക് വേണ്ടി ഞാൻ കൂട്ടം കൂട്ടിക്കൊണ്ട് തരാം. 2025 വചനം കേൾക്കുന്ന ദൈവജന, എന്റെ ദൈവം ഒരു കൊയ്ത്തു തരാൻ പോകുന്നു. ഒരു വലവീശലിൽ ഒരു വെളുത്ത മീൻകൂട്ടം ദൈവസഭകളിൽ, സെന്ററിൽ എന്റെ ദൈവത്തിന് തരാൻ പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം സ്തോത്രം പറഞ്ഞു. കണ്ടോ? അപ്പൊ കർത്താവിന്റെ ശുശ്രൂഷയുടെ ഒരു ഓർഡർ നിങ്ങൾ നോക്കണം. ഇന്ന് പലപ്പോഴും സങ്കടം തോന്നും. സുവിശേഷ യോഗം എന്ന പേരും പിന്നെ ഒരു സുവിശേഷം പറയത്തില്ല. നെയ്യാറ് അല്ലേ, നെയ്യാറെന്ന് നിങ്ങളോട് ഞാൻ പരിചയപ്പെടുത്തണ്ട. പക്ഷെ നോക്കി, അതിനകത്തെങ്ങും നിങ്ങൾ ഇനി ഒരു ജീവിതകാലം നോക്കി എന്നാലും ഒരു നെയ്യും എന്ന് മാലിന്യങ്ങൾ വല്ലതും കാണുമായിരിക്കും. നെയ്യില്ല. പക്ഷെ പേരെങ്ങനാ? നെയ്യപ്പം എന്ന് കേട്ടിട്ടുണ്ടോ? പറഞ്ഞില്ല, അതിന് മുമ്പേ ചിരിക്കുകയാണ്. നെയ്യപ്പം അല്ലേ, മേടിച്ച് നോക്കിക്കോ. നാളെ പോയത് പരീക്ഷിച്ചു. ഒരു പുരുഷായസ് നോക്കിയാൽ അതിനകത്ത് ഒരു നെയ്യും കാണത്തില്ല. നെയ്യില്ലാത്ത നെയ്യപ്പം പോലെയും നെയ്യില്ലാത്ത നെയ്യാറ് പോലെയും സുവിശേഷമില്ലാത്ത സുവിശേഷ യോഗങ്ങൾ പറഞ്ഞേ കേരളം മുഴുവൻ അകൃതിയിൽ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ പറയാ, ഒരൊറ്റ വാക്കേ പറഞ്ഞു, വചനം പ്രസംഗിക്കണം, തിരുവെഴുത്ത് പങ്കിടണം, സുവിശേഷം വിളംബരം ചെയ്യണം. അതാണ് നമ്മുടെ പിതാക്കന്മാർ ചെയ്തത്, വന്നത്. അവിടെയാണ് സഭ വളർന്നത്. അല്ലാതെ അത്ഭുതം കണ്ടവരൊക്കെ പിറ്റേ ആഴ്ച കൊണ്ട് അതിന്റെ ചൂടും ചൂരും കഴിയുമ്പം അടുത്ത ഉണർവിന്റെ പുറകെ പോകും. എന്നാൽ വചനം കേട്ട് മാനസാന്തരപ്പെട്ട ഒരുത്തനും വെച്ച കാല് പുറകോട്ട് വെച്ചിട്ടില്ല. കൊടുങ്കാറ്റും പെരുങ്കാറ്റും പേമാരിയും ജീവിത പടകിലാഞ്ഞടിച്ച് വിശ്വാസത്തിന് വിരോധമായി ശത്രുവിന്റെ കോട്ടക്കൊത്തളങ്ങൾ ഒന്നടങ്കം
ജാതികമായി എന്തെല്ലാം പ്രതിസന്ധികൾ വന്നു, വെച്ച കാല് പുറകോട്ട് വെക്കാതെ ഇന്നും നിൽക്കുന്നത് അത്ഭുതം കണ്ടതുകൊണ്ടല്ല, അതിനപ്പുറത്ത് എൻ്റെ അപ്പന്റെ വചനം കൊണ്ട് അകത്തൊരു പരിവർത്തനം ഉണ്ടായതുകൊണ്ട് ഈ അന്ത്യകാലത്തും തമ്പുരാന് വേണ്ടി നിൽക്കുന്നു. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞു. അത്ഭുതം കൊണ്ടവരല്ല, അത്ഭുതമല്ല നമ്മളെ അക്കരെ എത്തിക്കുന്നത്. അത്ഭുതം ഇവിടെ കിടത്തി കറക്കും. പക്ഷെ തിരുവെഴുത്ത് പ്രാപിച്ചവൻ, മാനസാന്തരപ്പെട്ടവനെ നിത്യതയിൽ ദൈവം എത്തിക്കും. ഇങ്ങോട്ട് വന്നു. 3-ാം സ്ഥാനമാണ് അത്ഭുതത്തിന്. സാന്ദർഭികവശാൽ നമ്മുടെ തലമുറയിൽ ഇത് നേരെ തിരിച്ചങ്ങിടും. എങ്ങോട്ടിടും? 1-ാം സ്ഥാനം വന്നോ എവിടെ? എൻ്റെ പൊന്നോ ദൈവമക്കളെ, കർത്താവ് പറഞ്ഞത് അങ്ങനൊന്നും അല്ലല്ലോ. തിരിച്ചങ്ങോട്ടിടും. പുള്ളി വന്നു 1-2 ആഴ്ച അവസാനം രക്ഷയില്ല, വിടുതലില്ലാതെ വരുമ്പം. ഞാൻ എപ്പോഴോ പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. ഒരു ഉപദേശി സുവിശേഷം പറയാൻ പോയി. വെയിറ്റിംഗ് ഷെഡിൽ ഒരു സഹോദരൻ താടിക്കും കൈയും കൊടുത്ത് നിരാശനായിരിക്കുന്നു. കാര്യങ്ങൾ ചോദിച്ച് സുവിശേഷം പറഞ്ഞു. എന്താ വിഷയം എന്ന് പറഞ്ഞു. 10,000 രൂപ ഇദ്ദേഹത്തിന് കടമുണ്ടെന്ന് പറഞ്ഞു. 10,000 രൂപ. 10,000 അല്ലേ ഉള്ളൂ. നാളെ രാവിലെ നമുക്ക് നിങ്ങളെ യോഗത്തിന്, ഞങ്ങളുടെ സഭായോഗത്തിന് ഞങ്ങളെല്ലാവരും കൂടെ കൂടി എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കടഭാരമൊക്കെ മാറും, ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. ഉപദേശി പോകുന്നു. പക്ഷേ പാസ്റ്റർ ഒരിക്കലും വിശ്വസിച്ചില്ല. ഈ സഹോദരൻ രാവിലെ സഭായോഗത്തിന് ഏറ്റവും പുറകിൽ വന്നിരിപ്പുണ്ട്. നിങ്ങൾ നോക്കിയ പാസ്റ്റർമാർക്ക് കിട്ടുന്നൊരു സന്തോഷം വന്നിരിക്കുക. അങ്ങനെ പുള്ളിയുടെ പേരൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ആഹ്വാനം ചെയ്തു. ഒടുവിൽ സാക്ഷിയൊക്കെ പറയണം, മുന്നോട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിരിക്കുക. നമ്മുടെ പതിവ് സാക്ഷ്യത്തിൻ്റെ സമയമായി. പതിവ് സാക്ഷ്യത്തിൻ്റെ സമയമായപ്പോൾ നമുക്കെന്നും വെടിവെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അല്ലേ. ഒരച്ചാൻ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, 6 വർഷമായി ഞാൻ ഈ സഭയിൽ വന്ന് ദൈവത്തെ ആരാധിക്കുന്നു. 50,000 രൂപ കടവുണ്ടായിരുന്നു, ഇതുവരെയും പരിഹരിച്ചിട്ടില്ല. ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ എന്തൊക്കെ നോക്കി സ്വത്രാഴ്ചയുടെ സമയമായിട്ട് കണ്ണടച്ചിട്ട് നോക്കുമ്പോൾ ആ സഹോദരൻ അവിടെ ഇല്ല, പോയി പുള്ളി. ഉടനെ പിറ്റേ ദിവസം ഇവിടെ വെച്ച് പുള്ളിയെ ഉപദേശി കണ്ടപ്പോൾ ചോദിച്ചു, അല്ല ബ്രദറെ, എങ്കിലും ഒരു വാക്ക് പറയുന്നത് എന്താ പോയെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞെന്നാ പറയുന്നത്, 6 വർഷമായിട്ട് 50,000 പരിഹരിക്കാത്ത ആ സഭയ്ക്കകത്ത് നാളെ 10,000 പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ട് വന്നിരുന്നിട്ട് എന്ത് കാര്യം? പക്ഷേ ഞാനതിലെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. ഒരു സാക്ഷ്യത്തെ ഉളവാക്കി എന്നല്ലല്ലോ, ഒഴിവാക്കി. ഒരു സാക്ഷ്യത്തെ നൈസായിട്ട് അങ്ങ് പറഞ്ഞു വിട്ടു. ഇങ്ങനത്തെ ജീവനില്ലാത്ത സാക്ഷ്യം പറയാനല്ല, വചനമകത്തൊണ്ടേ, വിടുവിച്ചാലും വിടുവിച്ചില്ലേലും. എത്ര പേർക്ക് ഈ രാത്രി 2025 എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നതല്ല എനിക്ക് വിഷയം. എൻ്റെ പ്രാണന് വേണ്ടി എൻ്റെ കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം, ജീവൻ, ആ നിത്യത അതോർക്കുമ്പോൾ എനിക്ക് അങ്ങയെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല. ഇനി തിരിഞ്ഞ് ഞാൻ ഇവിടെ വരും. അതിന് മുമ്പ് നമ്മൾ വായിച്ച വാക്യത്തിൽ പത്രോസ് ഇത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണ് പറഞ്ഞൊരു വാക്കുണ്ട്. പുറത്തൂടെ ദൈവവചനമൊക്കെ കേൾക്കുന്നവരുണ്ടല്ലോ. ഞാൻ പാപിയായൊരു മനുഷ്യനാകൊണ്ട് എന്നെ വിട്ട് പോകണം. നമുക്ക് തിരികെ അവിടേക്ക് വരാം. പാപം നമുക്കറിയാം, ഹമാറ്റിയ എന്നൊരു പദമാണ് അതിൻ്റെ മൂലപദം. ഏതാ? ലക്ഷ്യം തെറ്റുക എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവമക്കളോട് ഞാൻ പറയാം, ഈ സമകാലീന രാഷ്ട്രീയ, സാമൂഹിക, ശാസ്ത്രീയമായി മണ്ഡലമൊക്കെ നിങ്ങൾ നോക്കി, എല്ലാ ദിവസവും 6 മണിയാകുമ്പോൾ നമ്മുടെ TV ഒക്കെ ഓണാക്കി വെക്കാമെങ്കിൽ ചർച്ച കാണാം. ചർച്ചയ്ക്കകത്ത് എന്തെല്ലാം വിഷയങ്ങളാണ് ചർച്ചയെ കൊണ്ടുവരുന്നത്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ആ വഴിയെ പോകുമ്പോൾ റോഡെല്ലാം തകർന്ന് കിടക്കുക. വൈകിട്ട് ചിലപ്പോൾ അതായിരിക്കും ചർച്ച. റോഡ് നന്നാക്കണമെന്ന് ചർച്ച ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത് ചെയ്യട്ടെ. 2, റോഡ് തകർന്ന് കിടക്കുന്നു. ചർച്ചയ്ക്ക് ഈ കാലഘട്ടത്തിൽ ഇവരെല്ലാം വന്നുകൂടി ഒടുവിൽ വഴക്കും ഉണ്ടാക്കും, ചീത്തയും വിളിക്കും, എന്തെല്ലാം ബഹളമുണ്ട്. അതൊക്കെ നമ്മൾ രസകരമാണ് കാണാൻ. 2, വീടില്ലെങ്കിൽ വീടില്ല, ഞങ്ങളുടെ നാട്ടിൽ ആർക്കും പാർപ്പിടമില്ല എന്നും പറഞ്ഞുകൊണ്ട് അത് ചർച്ച ചെയ്യും. പാർപ്പിടമില്ലെന്ന് പറഞ്ഞ് ചർച്ച, ചിലർ തൊഴിലില്ലെന്നും പറഞ്ഞ് ചർച്ചയാണ്. ഞാനിതെല്ലാം കൂടി ഇങ്ങനെ മനസ്സിലാക്കി. തൊഴിലില്ലായ്മയുടെ കാര്യം ഓർത്തപ്പോഴാണ് ഞാൻ ഓർത്ത്, തൊഴിലില്ലായ്മ കേരളത്തിലുണ്ടെന്നൊക്കെ പറയുന്നവരെ തന്നെ തല്ലി ഓടിക്കണം. നമ്മുടെ കാര്യമായി പറയുന്നത്. 25 വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെവിടെങ്ങാനും ഏതെങ്കിലും ഒരു അതിഥി തൊഴിലാളികളായിട്ട് നമ്മുടെ ആളുകൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു മനുഷ്യനില്ലായിരുന്നു. നിങ്ങൾ നോക്കിയേ, ഇവര് മൊത്തം ഇവിടെ വന്നു. പണ്ട് ഗൾഫിലേക്ക് പോയതല്ലോ, ഇവിടുന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പൈസ ഇവിടെ തൊഴിൽ ചെയ്ത് അവരുടെ വീടുകളിൽ അയക്കുക.
അപ്പോൾ കേരളത്തിൽ തൊഴിലില്ല എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. പിന്നെ മടിയാണെന്ന് പറയുന്നതാണ് ഇതിൻ്റെ വസ്തുത. അപ്പോൾ ആ ചർച്ചയ്ക്ക് ഇന്ന് വലിയ പ്രാധാന്യമാണ്. വീടില്ല. ഇപ്പോഴത്തെ സർക്കാർ സംവിധാനത്തെ എനിക്ക് സന്തോഷത്തോടെ, ഈ കഴിഞ്ഞ ദിവസവും ഞാൻ ശുശ്രൂഷിക്കുന്ന സമീപത്ത് തലയോലപ്പറമ്പിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അദ്ദേഹം വന്നിട്ട് 65 ലൈഫ് മിഷൻ്റെ വീടുകളാണ് അവിടെ സാധുക്കൾക്ക് കൊടുത്തത്. ലക്ഷക്കണക്കിന് വീടിന് അപേക്ഷ കൊടുത്താൽ ഇനി അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളോ ആരെങ്കിലുമൊക്കെ വീട് വെച്ച് തരാനുണ്ട്. വീടില്ലെന്നുള്ളതല്ല. റോഡ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ഇതൊക്കെ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ ദൈവമക്കളോട് പറയാം, ഈ കാലഘട്ടത്തിൽ ഇവരാരും പെന്തക്കോസ്തുകാരായ ഒരു ഉപദേശിമാരെയോ അല്ലെ പ്രാപ്തിയുള്ളവരെ പോലും ഒരു ചർച്ചയ്ക്കും വിളിക്കുകയില്ല. പാപം എന്നൊരു പ്രമേയം ഇന്നേ വരെ ഒരു മാധ്യമങ്ങളിലും ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. തിരിച്ചു പറയാം, ഒരാൾ കുടുംബകലഹ നിമിത്തം അല്ലെ കടഭാരം നിമിത്തം മരിക്കാൻ തീരുമാനിച്ചു. ആത്മഹത്യക്ക് റെയിൽവേയുടെ ആ ട്രാക്കിലൂടെ തളർന്ന ഹൃദയത്തോടെ പോവുക. നടന്ന് അങ്ങോട്ട് ചെല്ലുന്ന കൂട്ടത്തിൽ നമ്മൾ അയാളെ കണ്ടിട്ട് ചുമ്മാതെ ചോദിക്കുക, എവിടെ പോവാം? മരിക്കാൻ പോവുക. എന്താ ബ്രദറെ പ്രശ്നം? അത് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലത്തെ റോഡ് മൊത്തവും തകർന്ന് കിടക്കുന്നു. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എൻ്റെ പൊന്നു ദൈവമക്കളെ, ഞാൻ ഈ പറഞ്ഞത് 3 കാര്യം 30,000 കാര്യം നിങ്ങൾ എണ്ണിയെടുത്തോ. ഇതൊന്നും ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയുള്ള സാധനമൊന്നുമില്ല. കേരളത്തിൻ്റെ സാക്ഷരതയും സാമ്പത്തികവും സംവിധാനവും ഒക്കെ വെച്ച് ഏതെങ്കിലും നിലയിൽ എങ്ങനെയൊക്കെയെങ്കിലും പല കാര്യങ്ങളിലൂടെയൊക്കെ സംഘടിപ്പിച്ചു പോകാം. പക്ഷേ ഹൃദയത്തിൻ്റെ അകത്ത് കടുത്ത നിരാശ കയറി ജീവിതം വഴിമുറ്റി മരിച്ചാ മതി എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നവരെയും ജീവിതം നശിച്ചവരെയും കള്ളുഷാപ്പ് തേടിപ്പോകുന്നവരെയും മദ്യത്തിന് അടിമപ്പെടുന്നവരെയും വീര്യം കൂടിയ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ജീവിതം ഹോമിക്കപ്പെടുന്നവരെയും നിങ്ങൾ നോക്ക്. വീടില്ലാത്തതിൻ്റെ പേരിലല്ല, അവർക്ക് നിസ്സാരമായ പ്രശ്നങ്ങൾ അകത്തു വരുമ്പോൾ പരിഹരിക്കാൻ കഴിയാതെ പൈശാചിക ശക്തി, അകത്തിരിക്കുന്ന പാപത്തിൻ്റെ ശക്തി അവനെ വലിച്ചിഴച്ച് മരണത്തിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ ഇവനെ കടന്നൽ പോലെ പൊതിഞ്ഞിരിക്കുന്ന ഈ പാപശക്തിയെ എങ്ങനെ പരിഹരിക്കാം? ബൈബിൾ പരിശോധിക്കുമ്പോൾ പാപത്തിനൊരു ഉൽപ്പത്തിയുണ്ട്, അല്ലേ? പാപത്തിനൊരു ഉൽപ്പത്തി കാണാം. അത് നമ്മുടെ മുതുമുത്തച്ഛന്മാരെ ആദമും ഹവ്വയും അവരെ തോട്ടത്തിലാക്കി വേല ചെയ്യണം. തോട്ടത്തിൽ എല്ലാ വൃക്ഷത്തിന്റെ ഫലം കഴിക്കാമല്ലോ. പക്ഷെ നന്മതിന്മയുടെ വൃക്ഷത്തിന്റെ ഫലം നീ എന്ത് ചെയ്യരുത്? കഴിക്കരുത്. ബാക്കി കഴിച്ചു. ഉടനെ എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ദൈവം തമ്പുരാൻ ഇറങ്ങി വരും. തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേൾക്കാം. ഓടിച്ചെന്ന് 2 കൂട്ടരുടെ കെട്ടിപ്പിടിച്ച് വൈകുന്നേരമാകുമ്പോൾ വെയിലാറുന്ന സമയത്ത് ഒരുമിച്ച് കൂടി ഒരു സമ്മേളനം. തിരികെ പോകും. ഞാൻ ഓടിച്ച് പറയാം, രാവിലെ വന്നില്ല, ഉച്ചയ്ക്ക് വരവ് തിരഞ്ഞെടുത്തില്ല, വെയിലാറാൻ കാത്തിരുന്നത് എന്തായിരിക്കും? എൻ്റെ മനസ്സിൽ വന്നത്, ദൈവശാസ്ത്രപരമായിട്ട് എത്ര ശരിയാണെന്നൊന്നും എനിക്കറിയത്തില്ല, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കും തിരുത്താം, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാനത് പിൻവലിക്കാനും തയ്യാറാണ്. എൻ്റെ ഒരു ബോധ്യം ഞാൻ പറയുക, വെയിലാറുമ്പോൾ വരാൻ കാരണം അടുത്ത നിമിഷം സൂര്യൻ അസ്തമിക്കും. തോട്ടം മുഴുവൻ ഇരുട്ടിലേക്ക് വ്യാപരിക്കും. ഇരുട്ടിൻ്റെ മറപറ്റി ഇവിടേക്ക് ലക്ഷ്യം വെച്ച് ഒരുത്തൻ സന്ദർശനമുണ്ടെന്നറിയാവുന്ന ദൈവം ഇരുട്ടിന് തൊട്ടു മുമ്പ്, ഈ ലോക സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ടു മുമ്പ്, നീതിസൂര്യനായ ദൈവം തമ്പുരാൻ താൻ സൃഷ്ടിച്ച തൻ്റെ മക്കളുമായി ഒരു ഫെലോഷിപ്പ്, ഏദനിൽ ഒരു ആരാധന, ഒരു പറുദീസ. എത്ര പേർക്ക് കാര്യം മനസ്സിലായി? എല്ലാ ദിവസവും സഭായോഗമുണ്ടായിരുന്ന ഏദൻ തോട്ടം. എന്നിട്ടും പാമ്പ് കയറി സഹോദരി വഴി സഹോദരനെയും കൂടെ വലിച്ചു ചുറ്റിച്ചെങ്കിൽ, സഭായോഗമുള്ള ദിവസം അയൽക്കാരൻ്റെ ബിരിയാണി കണ്ടുകൊണ്ട് നീ അങ്ങോട്ട് പോടി ഞാൻ ഇങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ പരിപാടിയും കൊണ്ടിറങ്ങിയ ദൈവമക്കളെ, തലേ ദിവസം പോയി ബിരിയാണി കഴിച്ചില്ലെങ്കിലും കൊടുക്കാനുള്ളത് കൊടുത്തോണം, ഇച്ചിരി കൂടുതൽ കൊടുത്തോ. എന്നാൽ സഭായോഗം ഉപേക്ഷയെ വിചാരിക്കരുത്. തിരിച്ചറിഞ്ഞോ നിങ്ങൾക്ക്? എന്നും സഭായോഗം ഉണ്ടായിട്ട് ഈ മാതാപിതാക്കളുടെ ഗതി ഇങ്ങനാണെങ്കിൽ വല്ല കാലത്തും മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വന്നിരുന്നേച്ച് പോകുന്ന പരിപാടി തമ്പുരാന്റെ മുമ്പിൽ അത് അനുവദനീയമല്ല. അതുകൊണ്ട് സഭായോഗം നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്.
അടോ പാമ്പ് കയറി വന്നു, കുശലപ്രശ്നം നടത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, ഒടുവിൽ സഹോദരിയെ വശത്താക്കി. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ആ വൃക്ഷത്തിന്റെ ഫലം തിന്നാൻ നല്ലത്, കാണാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു എന്ന് എഴുതിയേക്കുന്നത്. എങ്ങനെയാ? തിന്നാൻ നല്ലത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം, പിന്നെ കാണാൻ ഭംഗിയുള്ളതും തിന്നാൻ നല്ലതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു. ആ, അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. തിരിച്ചു ചോദിക്കാം, ഈ പാമ്പുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പേ അമ്മാമ എത്ര പ്രാവശ്യം ഇതിന്റെ ചുവട്ടിൽ കൂടെ വന്നതാ? അന്നൊന്നും ഇങ്ങനെ തോന്നിയില്ലല്ലോ. അന്നൊന്നും തോന്നാത്ത തോന്നൽ ഇന്നെന്താ തോന്നാൻ കാര്യം? കുറച്ചുകൂടെ കടത്തി പറയുന്നതിന് എന്നോട് ക്ഷമിക്കണം. ഞാനൊരു പഴയകാല എന്താ പറയണ്ടേ പാരമ്പര്യ വിശ്വാസിയാണെന്നോ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിച്ച് പറഞ്ഞെങ്കിൽ പറഞ്ഞു. ഇറങ്ങി തിരിച്ച കാലത്ത് അറപ്പും വെറുപ്പും ഉളവാക്കി കൊള്ളത്തില്ലെന്ന് പറഞ്ഞ പലതും ആധുനിക പെന്തക്കോസ് ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ, അടുപ്പിച്ച് നിർത്തുന്നുണ്ടെങ്കിൽ അന്ന് കൊള്ളത്തില്ലായിരുന്നു, ഇന്ന് ഇച്ചിരി കൊള്ളാവുന്നു നിങ്ങൾ വാദിക്കുന്നെങ്കിൽ ഞാൻ അവിടെ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ക്ഷമിച്ചാലും ക്ഷമിച്ചില്ലെങ്കിലും ഇങ്ങനെ പറയുന്നു, അരുതാത്തൊരു കൂട്ടുകെട്ട് ഇതിനകത്ത് എവിടോ നടന്നു. പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? അന്ന് കൊള്ളത്തില്ലായിരുന്നു, ഇന്ന് കൊള്ളാം. വാദിക്കുന്നെങ്കിൽ ഓർത്തോ, ഇതിനകത്ത് എന്തോ പരിപാടി നടന്നിട്ടുണ്ട്. പറിച്ചു. എന്നാൽ പറിക്കാൻ നേരത്ത് ഈ സഹോദരി കർത്താവിനോടൊന്ന് ചോദിച്ചേക്കാം വിചാരിച്ചില്ല. സഹോദരിമാരെല്ലാം കൂടെ എന്നെ വിട്ടേക്കണേ, ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞ് ലാസ്റ്റ് പുള്ളിയുടെ കാര്യം 2 പറയുന്നുണ്ട്. എന്നാൽ കർത്താവിനോടൊന്ന് ചോദിച്ചിട്ടൊരു ഒന്ന് പറിക്കാം. വേണ്ട, ഭർത്താവിനോടെങ്കിലും ഒന്ന് ചോദിച്ചാലോ? കക്ഷി കർത്താവിനോടും ചോദിച്ചില്ല, ഭർത്താവിനോടും ചോദിച്ചില്ല, പറിച്ചു, പിന്നെ ഭക്ഷിച്ചു, പിന്നെ കൊണ്ട് ഭർത്താവിനും. ഇനി അങ്ങേരുടെ കാര്യം അതിൽ പുള്ളിയും ചിന്തിച്ചില്ല. ഭാര്യയോട് ഇനി ചോദിച്ചിട്ട് കാര്യമില്ല, തിന്നേച്ച് വരികല്ലേ. എന്നാൽ കർത്താവിനോടെങ്കിലും ഒന്ന് ചോദിച്ചേക്കാം. ആത്മാവ് എന്ത് പറയുന്നത്, ആ വരയ്ക്ക് അപ്പുറത്തേക്ക് ഒരിടപാടും ഇല്ല, അതാന്ന് പറയുന്ന രീതി. എന്തുവാകട്ടെ, പുള്ളിയും കൂടി, രണ്ടുപേരും ഒരുപോലെ. അവസാനം നിങ്ങളുടെ ഈ സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും അടി ഉണ്ടാകാതിരിക്കാൻ പരിശുദ്ധാത്മാവിൽ പൗലോസിനെ ഏകി വെച്ചു. ഏക മനുഷ്യനാൽ പ്രശ്നം തീർന്നോ? പ്രശ്നം തീർന്നല്ലോ. എന്നെ വെറുതെ വിട്ടേക്കല്ലേ. ഏക മനുഷ്യനാൽ പാപവും, പാപത്താൽ മരണവും ലോകത്തിൽ. അങ്ങനെ പൗലോസ് ആ വിഷയത്തെ എന്ത് ചെയ്തു? സമാധാനപരമായി പര്യവസാനിപ്പിച്ചു. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ആ ഭാഗം വിടാം. ചിലർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്നാൽ പിന്നെ ദൈവത്തിന് ഈ മരം ഇവിടെ അങ്ങ് നടാതിരുന്നാൽ പോരായിരുന്നോ? അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. എൻ്റെ ചോദ്യം, എന്നാൽ പിന്നെ ഈ പുള്ളിക്ക് വായങ്ങില്ലാതിരുന്നാൽ പോരായിരുന്നോ? ദൈവം ഈ ഇങ്ങനെ വായ ഉണ്ടാക്കി വേണ്ട, ബാക്കിയെല്ലാം മതി, അപ്പൊ തിന്നുകല്ലോ. അല്ലെ പിന്നെ കയ്യും വേണ്ട പറിക്കാൻ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ആത്മീകത, ബൈബിൾ പറയുന്ന ആത്മീകത അടച്ചിട്ട മുറിക്കകത്ത് പുറത്തോട്ടൊന്നും കാണാതെ ഞാനൊരു വിശുദ്ധനാണെന്ന് പറയുന്നതല്ല. പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഏതെങ്കിലും ഒരു ഗുൽഗുദാമിനകത്ത് ആരും കാണാതെ പാത്തിരുന്ന് ഞാനൊരു പരിശുദ്ധനാണെന്ന് വിളമ്പുന്നതുമല്ല. ഇന്ന് രാത്രി വചനത്തിന്റെ നിലപാട്, ബൈബിളിന്റെ നിലപാട് വിളിച്ചു പറയാം. പൗലോസ് പറഞ്ഞു, വക്രതയും ബാക്കി പറ കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാത്രി? ഇവിടെ വെറുതെ ഇരിക്കുകയല്ല, ദൈവത്തിന്റെ വചനം അകത്ത് കയറിയവരാര് കരം തട്ടി ആദരം തുറന്ന് സ്വോത്രം പറ. ജയകരമായ ഒരു ആത്മീക ജീവിതം ഇവിടെ വരെ നടത്തിയത് വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ഞാൻ അനന്യനായി ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായി തീരേണ്ടത്. ലോകത്തിൽ ജ്യോതിസുകളെ പോലെ തിരുവചനം പ്രമാണിച്ചുകൊണ്ട്, വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ. അതുകൊണ്ട് ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ആത്മീകത ഒളിച്ചോടിയുള്ള ആത്മീകതയല്ല, പാത്തിരിക്കുന്ന ആത്മീകതയല്ല, പച്ചയ്ക്ക് നിൽക്കണം. മുതുകത്ത് കുത്താൻ സാത്താനെ ശൂലമേൽപ്പിച്ചാലും, പൊത്തിഫേറിന്റെ ഭവനത്തിന്റെ മുമ്പിലൂടെ നീ അതിനകത്ത് നീ ഇട്ടച്ചോടേണ്ടി വന്നാലും, അകത്ത് കൃപയുള്ളവനെ സ്തോത്രം ചെയ്യ്. അകത്ത് കൃപയുള്ളവനെ, അഭിഷേകമുള്ളവനെ,
ഒരു ശക്തിക്കും തകർക്കാൻ കഴിയില്ല. പാപത്തിന്റെ ശക്തികളെ ചവിട്ടി മെതിക്കാനുള്ള അധികാരം, അഭിഷേകം കാൽവരിയിൽ തമ്പുരാൻ തന്നിട്ടുണ്ട്. കണ്ടോ? അതുകൊണ്ടാണ് ദൈവത്തിന്റെ കൃപയാണ് ഇതിനെ നിർത്തുന്നത്. എന്നാ പിന്നെ അപ്പൊ ആ മരം വേണ്ട, ദൈവം സ്വതന്ത്രമായി സൃഷ്ടിച്ചു. അപ്പൊ വേറൊരു പുള്ളി പറയുന്നത് എന്താണ്? ഇത് ഈ പിശാചിനെ ദൈവമല്ലേ സൃഷ്ടിച്ച? എന്നാ പിന്നെ ബൈബിള് പഠിക്കുക. ബൈബിളിന്റെ വെളിയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും പിശാചിനെ ഒന്നും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഒന്നാമത്തെ ഭൂമി ദൂതന്മാരുടെ ഭൂമി. അതാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും. ആ ഭൂമിയിലെ പാർപ്പുകാർ ദൂതഗണങ്ങളായിരുന്നു. അവരുടെ ഡ്യൂട്ടി ദൈവത്തെ ഏതു നേരവും ആരാധിക്കുകയായിരുന്നു. അതിൽ ആരാധനയുടെ ലീഡറായിരുന്നു ലൂസിഫർ. ചിറക് വിരർത്തുമ്പോൾ സപ്തസ്വരങ്ങൾ, അനുഗ്രഹീതമായ ആരാധന. ഒടുവിൽ തനിക്കങ്ങോട്ട് തൻ്റെ തന്നെ എല്ലാ ഒരു നോട്ടം. തന്നെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടായിരുന്നില്ല, പിന്നെ നവരത്നങ്ങൾ. ഈ രത്നങ്ങളെല്ലാം കൂടെ പൊതിഞ്ഞ് സൃഷ്ടിക്കപ്പെട്ട് ഇവന് ഈ ആരാധനയും സ്വീകരണവും അംഗീകാരവും എല്ലാം കൂടെ ചേർന്ന് വന്നപ്പോൾ പുള്ളിക്കൊരു തോന്നൽ, ദൈവത്തിന്റെ മേളിലൊന്ന് നിൽക്കണമെന്ന്, ദൈവത്തോട് സമനാകാൻ, അവന്റെ സിംഹാസനത്തിന് മീതെ ഒരു സിംഹാസനം വയ്ക്കാൻ. ചിന്തിച്ച മാത്രയിൽ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായവൻ അവന്റെ മനസ്സിൽ ചിന്ത വന്ന മാത്രയിൽ വെട്ടിക്കളഞ്ഞു താഴോട്ട്. ആ ഭൂമി ആ പാഴും ശൂന്യവുമായത്. അതിനെയാണ് കോഴിയുടെ മുട്ടയുടെ പുറത്ത് അടയിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ട് ഇതിനെ സംരക്ഷിച്ച് നിർത്തിയത്. പിന്നീട് ആ ഭൂമിയെ നവീകരിച്ചു. ഏദനിന് വേണ്ടി, ആദാമിന് ഹവ്വയ്ക്കും വേണ്ടി ദൈവമൊരുക്കിയ ഭൂമി. അതാണ് ബൈബിളിൽ കാണുന്നത്. അല്ലാതെ പിശാചിനെ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചതല്ല. കേട്ടോ? ഒടുവിൽ നമുക്ക് കാണാൻ പറ്റും, ഇവൻ ഇവിടെ വന്ന് ഉറപ്പിച്ചു. ഇനി ഇവിടെ ഒരു വിഷയം, ഇത് ഭക്ഷണം കഴിച്ച മാത്രയിൽ ഇവർ നഗ്നരായി ദൈവസന്നിധിയിലാകുന്നു. അവരവിടം വിട്ട് പോകാൻ തുടങ്ങി. ജന്മപാപം എന്നൊരു പാപം അവിടെ വന്നു. ജന്മപാപം. അപ്പം ആദമും ഹവ്വയും ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് പഴം പറിച്ച് ഭക്ഷിച്ചതോടുകൂടെ ഭൂമിയിൽ ജനിച്ചവരും മരിച്ചവരും ജനിക്കാനിരിക്കുന്നവരും എല്ലാം ജന്മപാപത്തിന് അടിമയായി. അപ്പൊ പാപം എന്നൊരു വിഷയം പറയുമ്പോൾ ജന്മപാപം എന്ന വിഷയം പറയണം. അത് പറയുമ്പോൾ കടപ്പാടോടുകൂടി ഒരു വിശദീകരണം ഞാൻ തരാം. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷകനായിരിക്കുന്ന ഞങ്ങളുടെയൊക്കെ അഭിമാനമായ എൻ്റെ സെൻട്രൽ പാസ്റ്റർ രാജു ആനിക്കാട്, അദ്ദേഹം പറയുന്ന ഒരു വാക്ക് കടപ്പാടോടുകൂടെ പറയാം. ചിലർ കയറിയങ്ങടിക്കും. ഇത് അദ്ദേഹം പറഞ്ഞ ഞാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ആയി വരണ്ട, അദ്ദേഹം പറഞ്ഞതാ ഞാൻ പറയുന്നത്. അപ്പൊ എന്താ സംഭവിച്ചത്? ഇവരെ മണ്ണുകൊണ്ട് നിർമ്മിച്ചു, മൂക്കിൽ ജീവശ്വാസം കൊടുത്തു. ഈ മനുഷ്യനോട് ദൈവം പറഞ്ഞു, നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുകുക, ഭൂമിയിൽ നിറയുക. അപ്പൊ സാറ് പറഞ്ഞ വിശദീകരണം ഇതാണ്. ദൈവം തമ്പുരാൻ സന്താന പുഷ്ടിയുള്ളതായി പെരുകുക എന്ന് പറയുമ്പോൾ പിന്നെ 1.5 കൊല്ലം കഴിഞ്ഞല്ല പെരുകൽ. ദൈവം തമ്പുരാൻ പറഞ്ഞ മാത്രയിൽ ആദമിൽ ഞാനുണ്ടായിരുന്നു, നിങ്ങളുണ്ടായിരുന്നു, മരിച്ചവരുണ്ട്, ഇനി ജനിക്കാനുള്ളവരുണ്ട്. ഭൂമിയിലെ മുഴുവൻ മനുഷ്യനും ദൈവത്തിന്റെ ജ്ഞാനദൃഷ്ടിയിൽ ആദമിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബൈബിൾ ഏക മനുഷ്യൻ പാപം ചെയ്തു. ജന്മപാപം നമുക്കെല്ലാവർക്കും. അതുകൊണ്ട് വഴിയെ പോകുന്നവരെല്ലാം നമ്മൾ കയറി പാപി പാപി എന്ന് വിളിക്കുന്നത് പുള്ളി പാപം ചെയ്തത് കൊണ്ട് പാപി എന്ന് വിളിക്കുന്നതല്ല, പിന്നെ പാപി ആയതുകൊണ്ട് പാപം ചെയ്യുക. അതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കരുത്. ഈ ശബ്ദം കേൾക്കുന്നവരും പ്രയാസപ്പെടരുത്. പാപി എന്ന് ഞങ്ങൾ വിളിക്കുന്നതല്ല, ബൈബിളിന്റെ ഭാഷ അതാണ്. പാപം ചെയ്ത് പാപിയായതല്ല, പിന്നെ പാപി ആയതുകൊണ്ട് എന്ത് ചെയ്യുക? പാപം ചെയ്യുക. അപ്പൊ ജന്മപാപം. 2 കർമ്മപാപം. ഈ കർമ്മപാപത്തിന്റെ പ്രവൃത്തി ജീവിതം വളർച്ച പ്രാപിച്ച് നന്മ തിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ടായി. ചെയ്തു കൂട്ടിയ മഹാപാപങ്ങൾ മുഴുവൻ. ഈ പാപത്തിനൊരു സാലറി ഉണ്ട് കേട്ടോ. ഉണ്ടോ? ബൈബിൾ പറയുന്നു, പാപത്തിന്റെ വേതനം, പാപത്തിന്റെ ശമ്പളം മരണമാണ്. സ്തോത്രം. തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞ അവിടെ ആത്മീക മരണം സംഭവിച്ചു. എന്നാൽ സന്തോഷമെന്ന് പറയട്ടെ, വേദപുസ്തകത്തിൽ കാണുന്ന ഒരു പ്രത്യേക വാക്കെടുത്ത് എനിക്ക് അവിടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ദൈവ തേജസ് നഷ്ടപ്പെട്ട് കാട്ടുമരങ്ങളുടെ പുറകിൽ പതുങ്ങിയിരിക്കുന്ന
ആദമിനെയും ഹൗവയെയും പിറ്റേ ദിവസം വെയിലാറിയപ്പോൾ ദൈവം തമ്പുരാൻ വീണ്ടും സന്ദർശനത്തിന് വന്നു. വന്നിട്ട് ദൈവത്തിനറിയത്തില്ല ഇവർ തിന്നെന്ന് ഇവരെ കണ്ടപ്പോഴാണോ തിന്നെന്ന് ദൈവത്തിന് തോന്നിയേ? അല്ല, ഇത് തിന്നത് ദൈവത്തിനറിയാം, അറിഞ്ഞു, അതുകൊണ്ട് തന്നെ വന്നതാ. അവിടെ വന്നേച്ച് ചോദിക്കുന്നുണ്ട്, പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ട് ഇല ചുറ്റി മറഞ്ഞു നിൽക്കുന്ന ആദമിനെ ഹൗവയെയും തേടി വന്ന ദൈവം. ഇതിനകത്തുനിന്നൊരു കാര്യം പറയാം. ലോകം മുഴുവൻ ഇന്ന് തങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്താൻ എവിടെല്ലാം ദൈവമുണ്ടോ എന്ന് തേടി 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 അലയുമ്പോൾ ഇന്ന് രാത്രി സന്തോഷത്തോടെ, ആനന്ദത്തോടെ, അഭിമാനത്തോടെ പറയാം, യേശു കർത്താവിന്റെ വചനത്തിന്റെ പ്രത്യേകത, പാപം ചെയ്തവൻ ദൈവം എവിടെ മോക്ഷത്തിന് വേണ്ടിയെന്ന് അന്വേഷിച്ചലയുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പാപം ചെയ്തവനെ തേടി വരുന്ന ഒരു ദൈവത്തെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഉയർത്തുക. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തിന്മ ചെയ്ത് പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി നിങ്ങൾ നരകക്കുഴിക്ക് കാത്തിരിക്കുകയാണോ? നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ച് മോക്ഷത്തിന് പോകണ്ട. നിങ്ങളുടെ മോക്ഷത്തിന് വേണ്ടി ദൈവം താഴോട്ട് വന്നിരിക്കുക. അവിടെ തന്നെ വാഗ്ദത്തം, സ്ത്രീയുടെ സന്തതി. കണ്ടോ, ഇവിടെയാണ് പാപത്തിന്റെ ഉൽപ്പത്തി. പരിഹാരമാണ് സ്ത്രീയുടെ സന്തതി. ഇനി ഒരു വാക്ക് ഞാൻ അവിടെ ഈ മറിയയോട് ദൂത് പറയുക. ദൂത്, കൃപ ലഭിച്ചവളെ. എനിക്ക് ആ വാക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തിനാണെന്നറിയാം, ഈ അനുഗ്രഹം ലഭിച്ചവളെ എന്ന് പറഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ, പറ, കുറെ കഴിയുമ്പം ഞാൻ ആരാന്നറിയാമോ? യേശുവിൻ്റെ അമ്മയാ, അമ്മയുടെ യേശു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തേനെ? നേരത്തെ പറഞ്ഞു. ഇതെങ്ങനെ ലഭിച്ചതാ? കൃപയെന്ന് പറഞ്ഞ വാക്കിനറിയാലോ. ഈ യഹൂദ സ്ത്രീ സഹോദരിക്ക് ഒരു യോഗ്യതയുണ്ടായിട്ടല്ല, കൃപ ലഭിച്ചത് കൊണ്ടാ. വചനം പറഞ്ഞു. അവസാനം ദൂത് അങ്ങോട്ട് പറഞ്ഞു, നിനക്ക് ഇങ്ങനെ സംഭവിക്കാൻ പോവാ. അവൻ്റെ പേര് പറയുക, യേശു എന്ന് പേരിടണം, അവൻ വലിയവനാകും, അത്യുന്നതന്റെ മകനെന്ന് വിളിക്കപ്പെടും, ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ്റെ സിംഹാസനം എന്നേക്കുമാകും. അയ്യോ, ഇതെല്ലാം കൂടെ കേട്ട് തളർന്ന് കുത്തി ആ സഹോദരി താണിങ്ങനെ ഇരിക്കുക. അവൾ പരിഭ്രാന്തിയോടൊരു ചോദ്യം, ഞാൻ പുരുഷനെ അറിയായികയാൽ അതെങ്ങനെ സംഭവിക്കും? ഇന്ന് രാത്രി വാഗ്ദത്തം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിസരം നോക്കി വിധി പറയണ്ട. ദൈവം തമ്പുരാൻ മറുപടി കൊടുത്തു. അവക്ക് പറ്റിയ മറുപടി. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ, വാക്ക് മറക്കരുത്, ഉന്നതന്റെ എന്നല്ല, അതിന് മേളയിലൊന്നുമില്ല. അത്യുന്നതന്റെ ശക്തി. കൃപ ലഭിച്ച സാധുവായ സഹോദരി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരാൻ പോവുക. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടാൻ പോവുക. അടുത്ത വാക്ക് ഉത്ഭവിച്ചു. എത്ര പേർക്ക് സ്വോത്രം പറയാൻ പറ്റും? എത്ര പേർക്ക് സ്വോത്രം പറയാൻ പറ്റും? അതാ ദൂത്. എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചത് ഇങ്ങനെ നടക്കും. അത് ഉത്ഭവിച്ചു. ദൈവസ്നേഹത്തിന്റെ ആഴവും കൂടെ ഞാൻ പറയാം. ദൈവമക്കളെ, ഈ സാധുവായ സ്ത്രീ ഇത്രയും വലിയ ദൂത് കേട്ടിട്ട് തളർന്നിരിക്കുമ്പം താങ്ങാൻ വരുന്ന അത്യുന്നതനായ ദൈവം എത്രത്തോളം ചെറുതായി, എത്രത്തോളം ചെറുതായി നിങ്ങൾ വ്യാഖ്യാനിക്ക്. എത്രത്തോളം ചെറുതായി. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് എഴുതി വെച്ചിട്ടുണ്ട്, ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ഒരടിമയുടെ വേഷമെടുത്തെന്ന്. ഞാൻ ഇങ്ങനെ പറയാം, ആ പാവപ്പെട്ട സഹോദരിയുടെ ഉദരത്തിനകത്ത്, ഗർഭപാത്രത്തിനകത്ത് ഒരു പൊട്ടുപോലെ, എത്രമാത്രം താഴാമോ അത്രമാത്രം താഴോട്ട് വന്നു. എത്രമാത്രം ചെറുതാകാമോ അത്രത്തോളം ചെറുതായി. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി. ഇന്ന് രാത്രി ദൂത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയിക്കേണ്ട. ദൈവം തമ്പുരാനാണ് ദൂത് തന്നതെങ്കിൽ ആ ദൂത് നിവർത്തിയാകാൻ അവൻ താഴോട്ട് വരും. ദൈവ പൈതലേ, അവൻ എനിക്ക് വേണ്ടി ഇറങ്ങി വരും. എനിക്ക് വേണ്ടി മുഴുവനും തരും. എനിക്ക് വേണ്ടി മുഴുവൻ ശക്തിയും മാറ്റിവെക്കും. എന്നെ കുറിച്ച്, എന്റെ തലമുറയെ കുറിച്ച് ഈ 2025 നിവർത്തിയാകാൻ എന്തെങ്കിലും കടമായ ദൂത് തമ്പുരാന്റെ ശേഷിപ്പിൽ ഉണ്ടെങ്കിൽ അവൻ നിനക്ക് വേണ്ടി ചെറുതായി വരും.
ഓ റബല ഇന്ന് രാത്രി കരം തട്ടി യാതൊരു സ്തോത്രം പറ. 2025 പ്രാർത്ഥനയുടെ നിവൃത്തിയുടെ വർഷം, പ്രവചന നിവൃത്തിയുടെ വർഷം, ഓ ദൈവാത്മാവിന്റെ ദൂത് വെളിപ്പെടുന്ന വർഷം. സന്തോഷമുള്ളവർ സ്തോത്രം പറഞ്ഞു. താഴോട്ട് വന്നു. സന്തോഷമാണോ? ചിലർക്ക് ഈ ഉണ്ണിയേശുവിൻ്റെ മാത്രമേ ഓർമ്മയുള്ളൂ. 12-ാം വയസ്സിൽ ഈ കർത്താവ് ദേവാലയത്തിൽ പോയൊരു പരിപാടി അതാർക്കും അറിയാം. എൻ്റെ പോലെ ഉണ്ണിയേശുവിൻ്റെ കാര്യം പറയുന്ന ഒരു 12-ാമത്തെ വയസ്സിൽ യേശുവിനെയും കൂടെ എന്ത് ചെയ്യണം? ഒന്ന് കാണണമെന്നേ. പടക്കമൊന്നും പൊട്ടിച്ചില്ലേലും. പിന്നെ 18 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ യേശുവിനെ കാണാനില്ലേ? എവിടെ? പറ. യോർദാന്റെ നദിയിൽ. അതെന്താ കാണാത്തെ? ഇതിങ്ങനെ സകല നീതിയും നിവർത്തിയാകുമെന്ന് പറഞ്ഞ് മഹാരാജാവ് മുന്നോട്ട് വെച്ച ആലോചന, ജലസ്നാനം എന്താ അകത്തോട്ട് കയറാത്തെ? പുസ്തകത്തിനകത്ത് യേശു തമ്പുരാൻ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ യോർദാനിൽ മുങ്ങി സ്നാനപ്പെട്ടു. ഉണ്ണി യേശുവിനെ മാത്രം വെച്ചോണ്ടിരുന്നാ പോരാ. 12-ാം വയസ്സിൽ ദേവാലയത്തിൽ വന്ന് ശാസ്ത്രിമാരെ മുട്ടുകുത്തിച്ച യേശുവിനെ നിങ്ങൾ കാണണം. 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ ഇറങ്ങി വന്ന് കൈക്കീഴിൽ സ്നാനമേറ്റ യേശുവിനെ നിങ്ങൾ കാണണം. തീരുന്നില്ല. കാൽവരിയുടെ ഗിരിശൃംഗത്തിൽ അവസാനത്തിൽ രക്തവും ഊറ്റി തന്ന യേശുവിനെ നിങ്ങൾ കാണണം. 12 ശിഷ്യന്മാരുടെ മുമ്പിൽ തോർത്തെടുത്ത് അരയെ കെട്ടി ശിഷ്യന്മാരുടെ കാല് കഴുകാൻ മുട്ടുകുത്തിയവനെ നിങ്ങൾ കാണണം. ഇല്ലല്ലോ. മധുബഹയിൽ നിർത്തിയിരിക്കുകയല്ലേ. യേശു അവിടെ ഒന്നുമല്ല. യേശു താഴോട്ട് വരിക. എവിടെ വന്നു? കണ്ടോ? മുട്ടുകുത്തി. ശ്രീകുമാരൻ തമ്പി എന്ന് പറഞ്ഞ അനുഗ്രഹീത ഗാനരചയിതാവ്. സിനിമാ പാട്ട് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഇപ്പം എന്തോ ചെയ്യാൻ, കാശ് കൊടുത്ത് മേടിക്കുന്ന ഈ വണ്ടിയിലെല്ലാം ഉണ്ടല്ലോ. കേട്ടോ കേട്ടില്ല എന്നുള്ള അദ്ദേഹം എഴുതിയ നല്ല നല്ല സുന്ദരമായ കവിതകളുടെ രചനകൾ. ആ മനുഷ്യൻ ഈ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ കേട്ടതായിരിക്കും. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നൊരു കാര്യമുണ്ട് അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗുരുനാഥൻ, പത്രത്തിലുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗുരുനാഥൻ, ഞാൻ ഏറ്റവും ആദരിക്കുന്നൊരു ഗുരു, അത് നസ്രേന യേശു മാത്രമാണെന്ന് പറഞ്ഞു. സത്യനായക എന്നൊക്കെയുള്ള പാട്ടെഴുതിയ വിളി കേട്ടോ. നിങ്ങൾക്ക് എന്താ മനസ്സിലായി? നമ്മുടെ ഒരു എഴുത്താ. പോട്ടെ, ഇനി അങ്ങോട്ട് പോകുന്നത് അതും ഇതുമൊക്കെ കേൾക്കുമ്പോഴാണ് കിടന്ന് നമ്മുടെ ചില ഉപദേശിമാരുടെ കൺവെൻഷൻ്റെ കൂടെയുള്ള പാട്ട് പുള്ളിയെ കൊണ്ടുപോയി ഐഡിയ സ്റ്റാർക്ക് നിർത്താമെങ്കിൽ എനിക്കൊന്ന് ഈ അറബിക്കടലിൻ്റെ അപ്പുറത്ത് കൊണ്ട് നിർത്തും. അവരൊക്കെയാണ് ഗാനഗന്ധർവന്മാരായിട്ട് നമ്മുടെ ഇടയ്ക്ക്. എന്തും പോട്ടെ, കുഞ്ഞുങ്ങളൊക്കെ നല്ല പാട്ടായിരുന്നു നിങ്ങൾ കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. പോട്ടെ. അപ്പം ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. എന്താ കാര്യം പറഞ്ഞേ? ഈ ലോകത്ത് അവതരിച്ച മുഴുവൻ ഗുരുക്കന്മാരും നല്ല സന്ദേശമൊക്കെയാ പറഞ്ഞേ. ഏറ്റെടുക്കാൻ കൊള്ളാവുന്നതുമുണ്ട്. പക്ഷെ അവരെല്ലാം ശിഷ്യന്മാരെ കൊണ്ട് കാല് കഴിക്കുകയും കാല് തിരുമിക്കുകയായിരുന്നു. ഈ ബൈബിളിൽ ഒരു ഗുരുനാഥനെ പറയാം. ആരയിൽ തോർത്ത് കിട്ടി മീൻചന്തയിൽ കൂടെ നടന്ന ശിഷ്യന്മാരുടെ കാല് കഴുകാൻ മനസ്സ് കാണിച്ച ഒരേ ഒരു ഗുരു, അത് ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന യേശുവാ. ആ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ആവേശമാ. കാരണം അത് പറയാനുണ്ട് ദൈവമക്കളെ. അതെന്താ ഉണ്ണി യേശുവിനെ കാണുന്നവർ കാണാതെ പോകുന്നത്? ഇങ്ങനെ എന്തെല്ലാം പറയാനുണ്ട്. കണ്ടോ? സ്നാപക യോഹന്നാൻ എന്ന പേര് വന്നത് എന്തുകൊണ്ടാ? യേശുവിനെ സ്നാനപ്പെടുത്തിയുണ്ട്, അല്ലാതെ പുള്ളിക്ക് വേറെ ചാർത്തിയ പേരൊന്നുമല്ല. കണ്ടോ? ഇതൊക്കെ കിടക്കുക പുസ്തകത്തിനകത്ത്. പാപത്തിന്റെ പരിഹാരകൻ ഭൂമിയിൽ പിറന്നു. ആ കർത്താവ് 3.5 കൊല്ലം തന്റെ ഐതിഹാസികമായ ശുശ്രൂഷയുമായി കടൽക്കരകൾ തോറും വന്നു. താൻ സാധുക്കളോട് കാണിച്ച നീതിപരമായ ഒരു സൂചന മാത്രം ഞാൻ അവിടെ പറഞ്ഞ് പെട്ടെന്ന് വരാം. ഒരിക്കൽ ദൈവാലയത്തിൽ നിന്ന് താൻ ഇങ്ങോട്ട് പുറത്തോട്ടിറങ്ങി വരിക. അപ്പൊ ഒരു കൂട്ടം പുരുഷന്മാര് കല്ലെല്ലാം കൂടെ വാരിക്കൂട്ടി ഒരു പെങ്കൊച്ചിനെ എറിഞ്ഞു ഓടിച്ചു ഹോയ് ഹൂഹി എന്നെല്ലാം വെച്ചോണ്ട് വരിക. ഓടി ഇവള് വന്ന് ദേവാലയത്തിന്റെ വാതുക്കൽ മുറ്റത്ത് നടുത്തളത്തിൽ നിൽക്കുന്ന യേശുവിന്റെ കാൽക്കലോട്ട് വന്നങ്ങ് വീണു. അപ്പൊ യേശുവിനെ കുറിക്കാൻ പറ്റിയൊരു നല്ല സന്ദർഭം എന്ന് പറഞ്ഞ രാത്രിമാരും പരീക്ഷന്മാരെല്ലാം കൂടെ വട്ടം കൂടി, എല്ലാവരുടെ കൂടി, എല്ലാവരുടെയും കല്ലുകൊണ്ട് യേശു എന്താ പ്രശ്നം, എന്താ ആവശ്യമുണ്ട്? കർത്താവേ നീ ഇത് കാണുന്നു, എന്താ കണ്ടു കിടക്കുക?
നിന്നെ കിട്ടിയത് കാര്യമായി. ഇത് ന്യായമായ കാര്യം പറയണം. എന്താ കാര്യം? മോശ പുസ്തകത്തിൽ എന്താ പറഞ്ഞേക്കുന്നേ? ആരോടാ പഠിപ്പിക്കുന്നേ? അബ്രഹാമിന് മുമ്പ് ഉണ്ടായവൻ്റെ കാര്യമായി പറയുന്നേ. മോശ എന്താ പറഞ്ഞേക്കുന്നേ? മോശ എന്താ പറഞ്ഞു പറ. ഇങ്ങനെ ചെയ്യുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാ. ഇവരെന്ത് ചെയ്തു? ഒരു കാര്യം ചെയ്തോ? വിചാരണയും വിധി അങ്ങേക്ക് തന്നിരിക്കുന്നു, ശിക്ഷ ഞങ്ങൾക്ക് വിട്ടേക്കണം. ഓർത്ത് നോക്കിയേ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തൊരു അഭിമാനമാണെന്നറിഞ്ഞില്ലേ? അതൊക്കെ അങ്ങ് പിടിക്കരുത്. ഏത് ശിക്ഷിക്കല്? വിചാരണ നടത്തിക്കോ, വിധിയും പറഞ്ഞോ, കൽക്കുന്നാക്കും ഞങ്ങൾ ഇവിടെ ആക്കിയിട്ടേ പോകും. ഇത് ദേവാലയം അറിയാവും. പിന്നെ അങ്ങ് എന്താ പറയുക, ആകെ അങ്ങ് ഉറയുക. യേശു പറഞ്ഞു ചെയ്തേക്കാം, നിങ്ങളെ അറിയാവുള്ളൂ കേട്ടോ, വേറെ ആരും. ഞാൻ എൻ്റെ ഭാവന നിങ്ങൾ തന്നെ അറിയാവുള്ളൂ, വേറെ ആരും അറിയരുത്. യേശു അവിടെ ഇരുന്ന് കുനിഞ്ഞിരുന്ന് എന്തൊക്കെ എഴുതുകയൊക്കെ ചെയ്യാം. യേശു ഒറ്റ വിധി ഇവിടെ നോക്കി ഉടനെ കർത്താവ് വിധി അങ്ങ് പറഞ്ഞു. ഇവന്മാരെല്ലാം കൂടെ ഓർത്ത് ഇത്രയും പേര് ഭൂരിപക്ഷം കല്ലെറിയാൻ നിൽക്കുമോ? നാളെയും ഭൂരിപക്ഷത്തിനാണല്ലോ വില. ഇവളെ ഒരു കൽക്കുന്നാക്കിയാൽ കർത്താവിന് എന്ത് വേണം? ഇവരെയല്ല കൂടെ നിർത്തേണ്ടത്, ആളല്ലേ എപ്പോഴും ഒരു സംഘടനയ്ക്ക് ആവശ്യം. എന്തോ മനസ്സിലായി? പ്രമാണമില്ലാത്ത ഒരുത്തനും സഭയ്ക്കകത്ത് വേണ്ട. സങ്കടം വളർത്തലല്ല സഭ, വിളിച്ചു വേർതിരിച്ചവരുടെ കൂട്ടമാ സഭ. അതിനകത്ത് ആവശ്യമില്ലാത്തൊന്നും വേണ്ടെന്ന് കർത്താവ് പറഞ്ഞു. ഒരു കാര്യം ചെയ്തു, നിങ്ങളിൽ പാപമില്ലാത്തവൾ ഇവളെ ഒന്നാമത് എറിയണം. അതാ വിഷയം. അങ്ങനെ തന്നെ ഉണ്ട്, ഒന്നാമത് കല്ലെറിയണം. അപ്പൊ കർത്താവ് പറഞ്ഞു നീട്ടിക്കൊണ്ട് പോവുകയും വേണ്ട, അടുത്ത ആഴ്ച വിധി പറയാന്നല്ല, വിചാരണയും നടന്നു, വിധിയും പറഞ്ഞു, ശിക്ഷ നടപ്പിക്കും. നിങ്ങളിൽ പാപമില്ലാത്തവൾ ഒന്നാമതും കല്ലെറിഞ്ഞു. കർത്താവ് താഴോട്ട് തന്നെ നോക്കിയിരിക്കുന്നത്. സഹോദരി പിന്നെ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ക്ലിക്ക് ക്ലിക്ക് ഓരോ കല്ല് വീഴുന്ന ഒച്ച കേൾക്കാം, ഏതൊക്കെ ചവിട്ടി മെതിച്ച് അവസാനം കർത്താവ് ഒടുവിൽ ഇങ്ങനെ നോക്കും. ഒരു മനുഷ്യനില്ല ഇവിടെ. എന്തോ മനസ്സിലായി? കർത്താവ് ഈ പെൺകൊച്ചിനോട് ചോദിച്ചു, അവർ നിന്നെ ശിക്ഷിച്ചില്ലേ? അവളെ വേദനയോട് പറഞ്ഞില്ല, കർത്താവേ ഗുരുവേ ഇല്ല, ശിക്ഷിച്ചില്ല. എന്നാൽ കർത്താവ് തിരിച്ചവളോട് ഒരു വാക്ക്, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. ഒരു വ്യവസ്ഥ. ഇനിമേൽ കരമുയർത്തിയൊരു മഹത്വം കൊടുക്കുക. ഇനിമേൽ ഈ പരിപാടി നീ ചെയ്യരുത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ കൂടെ, നീതി നിഷേധിക്കപ്പെട്ടവന്റെ കൂടെ, തെരുവിൽ കരയുന്നവന്റെ കൂടെ, വേദനിക്കുന്നവന്റെ കൂടെ, രക്തസ്രവക്കാരിയുടെ കൂടെ, കുഷ്ഠരോഗിയുടെ കൂടെ പന്തിക്കിരിക്കുന്ന ഒരേ ഒരു ഗുരുനാഥൻ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവാ. കരം തട്ടി ആദരം തുറന്നു സ്വോത്രം പറ. ഇതുപോലെ പ്രസംഗിക്കാൻ കൊള്ളാവുന്ന ഒരു ഗുരുനാഥൻ ഉലക ചരിത്രത്തിലുണ്ടോ? അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട യേശുവെന്ന നാമമല്ലാതെ ഒരു നാമമില്ല. അതുകൊണ്ട് രക്ഷപ്പെടാൻ ഒറ്റ മാർഗം. നീണ്ടു കിടക്കുക പ്രസംഗം. കുറച്ചുകൂടെ പറഞ്ഞ് നിർത്തും, ബാക്കി അടുത്ത വർഷം വിളിച്ചാൽ പ്രസംഗിക്കും. ഞങ്ങൾ ദൈവാസന്മാരൊക്കെ ഇങ്ങനെ ഒരു തുമ്പ കയറ്റി ഇങ്ങനെ ഇട്ടേക്കും. സ്തോത്രം. എന്താ സംഭവിച്ചേ? പത്രോസ് കാലേ വീണു. എന്താ കാര്യം? കാലേ വീണ കാര്യം എന്താ? പെരുത്ത മീൻകൂട്ടം കിട്ടിയത് കൊണ്ടല്ല കാലേ വീണത്. അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ പത്രോസ് അത് കണ്ടപ്പോൾ, ഏത് കണ്ടപ്പം? പെരുത്ത മീൻകൂട്ടം കണ്ടപ്പോൾ കാൽക്കൽ വീണു. പാപിയായ ഒരു മനുഷ്യനായിട്ട് എന്നെ വിട്ടു പോകണം. പെരുത്ത മീൻകൂട്ടം കണ്ട നിങ്ങൾ തിരിച്ചു പറയാം, എൻ്റെ കൂടെ വരിക. വേറെ വല്ലൊരു വാഴുന്നെങ്കിൽ ആ കാലയിലോട്ട് കെട്ടിപ്പിടിച്ചേ. ഇന്നലെ രാത്രി മുഴുവൻ ഞാനും എൻ്റെ കൂട്ടരും കൂടെ കൂടി എന്തെല്ലാം പണി ചെയ്തു, ഒരെണ്ണം പോലും കിട്ടിയില്ല. അങ്ങയെപ്പോലൊരു മജീഷ്യനെ കിട്ടിയത് രക്ഷപ്പെട്ടി. തുറവിട്ട് പോകരുത്, ചെലവ് ചെയ്യാൻ ഞങ്ങൾ. അങ്ങയ്ക്ക് വേണ്ടി ഇവിടെ ഒരു വീട് പണിയാം, എന്ത് വേണം ഇവിടെ പ്രതിഷ്ഠിച്ചേക്കാം. അങ്ങേ ഞങ്ങൾ എടുത്തുകൊണ്ട് നടക്കും. എന്താ കാര്യം? ഇങ്ങനെ നിന്ന് അങ്ങോട്ട് മുക്കി കോരിയെടുക്കുക, മാർക്കറ്റ് വിൽക്കുക, മുതലാളിയാകുക. എന്താ പത്രോസേ, അതല്ലേ ചെയ്യേണ്ടത്? പക്ഷെ അത് കണ്ടിട്ട് നീ എന്താ കർത്താവിൻ്റെ കാൽക്കൽ വീണച്ച് എന്നെയും കൊണ്ട് പോകണമെന്നല്ല, എന്നെ വിട്ടച്ച് പോകണമെന്ന് പറഞ്ഞ എന്താ കാര്യം? ഇനി അതിന് കാരണമുണ്ട്. ഇവൻ കൊടുത്ത പടകിൽ യേശു തമ്പുരാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിരാശയോടെ വല കഴുകുന്ന പത്രോസ് ഇടയ്ക്കിടയ്ക്ക് ആ മുഖത്തോട്ട് നോക്കും. ശൂന്യമായ എൻ്റെ പടകിൽ ഇതാരായി തേജോമയനായ ഒരുവൻ?
ആ വാക്കുകൾ എത്ര മൂർച്ചയുള്ളതാ. വചന ഉപദേശവും കേട്ടപ്പോൾ അവൻ മീൻപിടുത്തത്തിന് മുമ്പ് വല വീശാൻ പറഞ്ഞപ്പോൾ അവനെ വിളിച്ചൊരു വിളിയുണ്ട്, നാഥാ. രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല, മീൻ പിടിച്ചതിന് ശേഷമല്ല. മനസ്സിലായോ? മീൻ പിടിക്കുന്നതിന് മുമ്പ് നാഥനെ, കർത്താവേ, രക്ഷക, രക്ഷിതാവേ എന്നീ മനുഷ്യൻ വിളിക്കണമെങ്കിൽ ഇങ്ങനെ കുറിച്ചു വെച്ചോ. വചനം കേട്ടപ്പോൾ പത്രോസിന്റെ അകത്ത് മാനസാന്തരമുണ്ടായി, പാപബോധമുണ്ടായി. അവൻ ദൈവസന്നിധി വീണു, അവൻ മാനസാന്തരപ്പെട്ടു, അവൻ കരഞ്ഞു വിലപിച്ചു. മീൻപിടുത്തം കണ്ടപ്പോ കാലെ വീണച്ചു വരെ എന്നെ വിട്ടുപോടേ. യേശുവിന്റെ പ്രത്യേകത പറയാം, നിന്നെ വിട്ട് പോകാനല്ല കുഞ്ഞെ ഈ പടക് മുഴുവൻ ഉണ്ടായിട്ട് നിൻ്റെതി കയറിയത്. നിന്നെ കൊണ്ട് എനിക്കൊരു പണിയുണ്ട്. നിന്റെ ഈ മുറിഞ്ഞ വലയുണ്ട്, മാറ്റിവെക്ക. ഈ പടകും വേണ്ട, അടുത്ത പദവി തരാം. എന്താ പദവി? ഉലകത്തിൽ ഞാൻ സ്ഥാപിക്കാൻ പോകുന്ന സഭ. അധ്വാനിക്കുന്നവരും എനിക്കവരെ വേണം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമേ എന്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശു കർത്താവ് തന്റെ സഭയുടെ പണിക്ക് അദാനിയെയും ആ കാലത്തെ, അംബാനിയെയും ആ കാലത്തെ, ആലുക്കാസിനെ അല്ല തെരഞ്ഞത്. പിന്നെ എന്റെ കൂടെ പറ, അധ്വാനിക്കുന്നവരും. എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? ദൈവസഭ എന്ന് പറഞ്ഞ സമ്പത്തിന്റെ പുറകെ ഓടുന്നതല്ല, പണത്തിന്റെ പുറത്തല്ല സഭ, ക്രിസ്തു വന്ന പാറപ്പുറത്താണെന്ന്. ഇത് വളരും, ഇത് തകർക്കാൻ കഴിയില്ല, ഇത് വളരും. ഇതിനു വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറുണ്ടോ? നിറവ് ദൈവം തരാൻ വിശ്വസ്തനാ. ഈ യേശു ക്രൂശിൽ പിടഞ്ഞു, അവസാനത്തുള്ളി രക്തവും. ആ യേശുവിനെ ഹൃദയത്തിൽ എൻ്റെ നാഥനും കർത്താവുമായി ആരു സ്വീകരിക്കും, അവരുടെ ശൂന്യമായ പടക് തമ്പുരാൻ നിറയ്ക്കും. അവർക്കൊരു പുതിയ ദൗത്യം ദൈവം തരും. അതാണ് സുവിശേഷം. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പാപമോചനത്തിന് ഒരേ ഒരു വഴി കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തമല്ലാതെ മറ്റൊരു പുണ്യപ്രവൃത്തിയുമില്ലെന്ന് ഈ രാത്രി ഉച്ചസ്ഥരം വിളിച്ചു പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും വേണ്ടായിട്ട് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രി ദൈവമക്കളെ, 2025 ഒരു ശൂന്യമായ അവസ്ഥയാണ് നിങ്ങൾക്കെങ്കിൽ ഈ രാത്രി നിറയ്ക്കുന്നൊരു ദൈവം വന്നിട്ടുണ്ട്, സ്ഥിതി ദൈവം വന്നിട്ടുണ്ട്. എല്ലാ കണ്ണുകളും അടച്ച് അധരങ്ങൾ തുറന്ന് അല്പസമയം സ്വോത്രം പറ. ശൂന്യതയെ പരിഹരിക്കുന്ന ഒരു നിറവിലേക്ക് കൊണ്ടുവരുന്ന ഇന്ന് രാത്രി എൻ്റെ ദൈവം നിറയ്ക്കുന്ന ദൈവമാണ്. അവൻ ശൂന്യതയെ